കേന്ദ്രമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സംവിധായകൻ ശാന്തിവിള ദിനേശ് രംഗത്ത്. സുരേഷ് ഗോപിക്ക് ഒരു കഴിവുമില്ല. കേന്ദ്ര സഹമന്ത്രിയായിട്ടും കേരളത്തിന് വേണ്ടി എന്താണ് അയാൾ ചെയ്തത്? ഒരു ഗുണവും കേരളത്തിന് സുരേഷ് ഗോപിയെ കൊണ്ടില്ലെന്നും ശാന്തിവിള വിമർശിച്ചു. എന്തിനു വേണ്ടി ഒരു മന്ത്രി, അതാണ് സുരേഷ് ഗോപി എന്നാണ് ശാന്തിവിള പറഞ്ഞത്. തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് വിമർശനം ഉന്നയിച്ചത്. ഒരു വാക്കും പുള്ളി മര്യാദയ്ക്ക് പറയാറില്ല. ചർച്ച ചെയ്യാം എന്നതിന് ചർച്ചിക്കാം എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു കേന്ദ്രമന്ത്രി. തൃശൂർകാർ ചെയ്ത ദ്രോഹം. ഞാൻ പറയുന്നത് സുരേഷ് ഗോപി നിയമസഭയിൽ മത്സരിക്കണമെന്നാണ്. അപ്പോഴെങ്കിലും തൃശൂരുള്ള തന്തയ്ക്ക് പിറന്നവർ 10 പ്രാവശ്യം ആലോചിച്ച് വോട്ട് ചെയ്യണം. 10 പൈസയുടെ ഗുണമില്ല. അദ്ദേഹത്തിനെ കൊണ്ട് അതിന് കഴിയില്ല. കാരണം അദ്ദേഹത്തിന് ഇവിടെ റോളൊന്നുമില്ല. തൃശൂർ ജില്ലയ്ക്കായി ഈ ഭവാൻ ഒന്നും ചെയ്തിട്ടില്ല. വി.ഡി. സതീശിനെ പോലെ പറയുന്നത് പിറ്റേ ദിവസം ഉൾട്ടിയടിക്കും. പണ്ട് പത്രക്കാരായതുകൊണ്ട് തള്ളിക്കളയാം. പക്ഷെ ഇപ്പോൾ വീഡിയോ ആയതുകൊണ്ട് ആർക്കും തള്ളിക്കളയാൻ പറ്റില്ല. ഇന്ന് എന്ത് പറയുന്നോ അത് നേരെ തിരിച്ചു പറയും. പിന്നെ കുറിച്ച് വീമ്പ് പറയും. വർഷത്തിൽ 365 ദിവസമുണ്ടെങ്കിൽ 300 ദിവസവും അദ്ദേഹം കേരളത്തിലെ കലുങ്കുകളിലും കുളത്തിലും സദ്യ വിളമ്പുന്നിടത്തുമെല്ലാമായി സ്റ്റേറ്റ് കാറിൽ കറങ്ങും. അല്ലാതെ കേന്ദ്ര സഹമന്ത്രിക്ക് അവിടെ ഒരു ജോലിയും ഇല്ല എന്നതാണ് സത്യം. മറ്റേ മോനെ മറിച്ചേ മോനെ എന്നൊക്കെ വായിൽ വികട സരസ്വതി. ഒരു മന്ത്രിയല്ലേ മാന്യമായി സംസാരിക്കേണ്ടെന്നും ശാന്തിവിള ദിനേശ് ചോദിക്കുന്നു. മുമ്പ് നിയമസഭയിൽ വി ശിവൻകുട്ടി സ്പീക്കറുടെ ഡയസിൽ കയറി പ്രശ്നമുണ്ടാക്കിയതാണ്. അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായി മന്ത്രിയാണ്. സഭ്യമല്ലാത്ത ഒരു വാക്കും അദ്ദേഹം പറഞ്ഞിട്ടില്ലെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു. ശിവരാത്രി മഹാപരിക്രമ പരിപാടിക്ക് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ വണ്ടി കൊണ്ടിടണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. എസ്കോർട്ട് വാഹനം വന്നു. പക്ഷേ തന്റെ വാഹനം വന്നില്ല. മന്ത്രി ചാടി റോഡിലിറങ്ങി ഓട്ടോയിൽ കയറി. അപ്പോഴേക്കും ഔദ്യോഗിക വാഹനം വന്നു. പക്ഷെ പുള്ളി ആരെയും നോക്കാതെ വണ്ടി വിടാൻ ഓട്ടോക്കാരനോട് പറഞ്ഞു. കണ്ടുകൊണ്ടിരുന്ന ഗൺമാൻ ഓട്ടോയ്ക്ക് മുൻ സീറ്റിലിരുന്നു. ഗൺമാൻ നിയമം തെറ്റിച്ചാൽ ഇവിടെ കേസ് കൊടുക്കില്ലേ എന്നെനിക്കറിയില്ല. നേരെ മറിച്ച് തന്റെ കൂടെ ഇരുന്നോ എന്ന് സുരേഷ് ഗോപിക്ക് പറയാമായിരുന്നുവെന്നും ശാന്തിവിള ദിനേശ് വിമർശിച്ചു.